എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അല്ലെ, എന്ത് വന്നാലും ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന്, അല്ലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപ്പെടുത്തുക അസാധ്യമാണെന്ന് ഇന്നത്തെ ലേഖനഭാഗത്തിൽ അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. ഇന്ന് സുവിശേഷകനായിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ തിരുനാളാണ്. ഈ തിരുനാൾ ദിനത്തില് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്: കർത്താവ്, ഇവന്റെ കാര്യം എന്താണ്? ഇവന്റെ ഭാവി എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. കർത്താവ് പറയുകയാണ്: ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ യോഹന്നാൻ സ്ലീഹയും ഈശോയും തമ്മിൽ അഭേദ്യമായ ഒരു സ്നേഹബന്ധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഞാൻ തിരിച്ചു വരുന്ന കാലം വരെ സ്നേഹത്തിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരിക്കും എന്നൊക്കെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്കൊരു സൂചന നൽകുകയാണ്. ആ ഒരു സ്നേഹത്തെ കുറിച്ചാണ് ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ് നമ്മളോട് പറയുന്നത്. ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപ്പെടുത്തല്ലേ, മരണത്തിന് പോലും ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താനായിട്ട് സാധിക്കില്ലെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ യോഹന്നാൻ സ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവവുമായിട്ട് യോഹന്നാൻ സ്ലീഹയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണമായ സ്നേഹബന്ധം തന്നെ നമുക്കും ഉണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് പരിശ്രമിക്കേണ്ടത്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധം അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.